ഈ രണ്ട് വ്യക്തികൾക്ക് അവർ വണ്ടി ഉരുട്ടാനുള്ള ഗ്യാപ്പും കൂടെ കിട്ടി. അവർ കാല് കുത്തുമ്പോഴേക്കും അവരുടെ വണ്ടിയിൽ വന്ന് ട്രെയിലർ തട്ടി വണ്ടി വീണു. വണ്ടിയുടെ അടിയിൽ ഇവരെ കാല് വെട്ടു. ഇവർക്ക് അവിടെ നിന്ന് എണീക്കാൻ കൊണ്ട് പറ്റില്ല. അപ്പോഴേക്കും ടയർ കയറി നിമിഷ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വണ്ടിയുടെ ഒരു പ്രയാണം ഉണ്ടായിരുന്നു. അതിൽ 2 ജീവനാണ് പൊലിഞ്ഞത്. ഇതിപ്പോ ഹെവി ടെസ്റ്റ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ഇവര് എല്ലാവരും. ഹെവി ടെസ്റ്റ് കഴിഞ്ഞ് റോഡിലേക്ക് വണ്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് മാത്രമല്ല, ഹെവി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരും പിന്നെ നമ്മളെ ഈ ട്രെയിലർ പോലുള്ള ട്രെയിലർ മറ്റേ ക്യാപ്സൂൾ ഗ്യാസ് ഉള്ള അത് അതേപോലെ ഒരു 40 ഫീറ്റ് ട്രെയിലറൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരോട് അവരിത് കാണണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു കാർ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറും ബൈക്കും അല്ലാതെ വേറെ ചെറിയ ബസ്സുകളുണ്ട്, പിന്നെ മീഡിയം ബസ്സുകളുണ്ട്. അതൊഴികെ ബാക്കി നമ്മൾ വലിയ വാഹനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉള്ളൂ എങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും കൊണ്ട് നിർത്തി പെട്ടെന്ന് റിവേഴ്സ് എടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് ബാക്കിൽ ചെന്ന് നോക്കിയിട്ട് വേണം റിവേഴ്സ് എടുക്കാൻ. അതല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ റിവേഴ്സ് ക്യാമറ ഘടിപ്പിച്ചിരിക്കണം. അതല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് വേണം ഈ വണ്ടി റിവേഴ്സ് എടുക്കാൻ. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 35 അടി നീളമാണ്. ഈ ഒരു ബസ്സിന് 35 അടി നീളമാണ്. അതുപോലെ ഇതിന്റെ ട്രെയിലർ വരുന്നുണ്ട്. ആ ട്രെയിലറിന്റെ നീളം മാത്രം 40 അടിയാണ്. പ്ലസ് ക്യാബിന്റെയാണ് ബാക്കിയുള്ള അടികൾ വരുന്നത്. അപ്പോൾ 40 ഏകദേശം 47 അടിയോളമാണ് ആ വണ്ടിയുടെ നീളം വരുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിച്ച ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം സംഭവിച്ചത് അത് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നല്ല രീതിയിൽ അത് പ്രചരിച്ചിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പെട്ടെന്ന് കിടുങ്ങിപ്പോകും. അത് നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറയുകയാണ്. അതായത് ഒരു വണ്ടി കൊണ്ട് നിർത്തി, വലിയ ട്രെയിലർ കൊണ്ട് നിർത്തി പുള്ളിക്ക് എന്തോ ഒരു മുന്നോട്ട് പോകാൻ അസൗകര്യം ആയതുകൊണ്ട് ഉടനെ ആള് അതിന് പുറകിലേക്ക് എടുത്തു. അതിന്റെ തൊട്ടു പുറകിൽ ഹസ്ബൻഡും വൈഫും യാത്ര ചെയ്തിട്ട് ട്രെയിലർ നിർത്തിയപ്പോൾ അവര് നിർത്തി. ഈ ട്രെയിലർ പുറകിലേക്ക് എടുത്തപ്പോൾ ഇവർക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറേണ്ട ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ട്രെയിലർ തട്ടി ആദ്യം ബൈക്കിൽ നിന്ന് ഇവര് വീഴുന്നു, പിന്നെ അതിന്റെ കൂടെ ബൈക്ക് വീഴുന്നു. പുറകു ടയറ് രണ്ടാളുടെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങുന്നു. പുറകിലേക്ക് നമ്മൾ കയറി ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി വീണ്ടും മുന്നോട്ടെടുത്ത് പോയപ്പോൾ 2 സൈഡും കയറി ഇറങ്ങിയ ഒരു ആക്സിഡന്റ് വീഡിയോ ആയിരുന്നു അത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ ആൾറെഡി ഇവരുടെ അടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് ചില ആൾക്കാർ കണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചു കൊടുത്താണ്. നിങ്ങളിപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് നോക്കൂ, ഈ കണ്ടെയ്നർ പോകുമ്പോൾ അതിന്റെ പുറകിൽ പോണ ബൈക്ക് യാദൃശ്യമായി കണ്ടെയ്നർ നിർത്തി, ബൈക്ക് യാത്രക്കാരും പുറകിൽ നിർത്തി. യാതൊരു മുന്നറിയിപ്പില്ലാതെ കണ്ടെയ്നർ പുറകിലേക്ക് വരിക. അവർക്ക് ഒഴിഞ്ഞു മാറാൻ ഒന്നിനുമേ പറ്റിയില്ല. ജസ്റ്റ് ആ റൈറ്റ് മറ്റേ നമ്മളെ ഡ്രൈവർ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡ്രൈവർക്ക് കണ്ടാൽ മനസ്സിലാക്കുന്ന രീതിയിൽ കുറച്ച് റൈറ്റോ ലെഫ്റ്റോ കീപ്പ് ചെയ്ത് പോയെങ്കിൽ അപകടം സംഭവിക്കുകയായിരുന്നോ? ഇതൊരു അനുഭവമായി എടുക്കുക. ആ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടാവും. കാരണം അത് നിങ്ങൾ ഒരു 2 വീലർ കാരണോ ഒരു 4 വീലർ കാരണോ ഒരു 2 വീലർ ഓടിക്കുന്ന ആളോ 4 വീലർ ഓടിക്കുന്ന ആളോ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതിന്. കാരണം എപ്പോഴും നമ്മൾ ഒരു വണ്ടിയുടെ പുറകെ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് എൻഡിലേക്ക് കുറച്ച് കീപ്പ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എൻഡിലേക്ക്. കാരണം ലെഫ്റ്റ് മിററിലോ അല്ലെങ്കിൽ റൈറ്റ് മിററിലോ ആ ഡ്രൈവർ നോക്കിയാൽ കാണുന്ന പോലെയാണ് ആ വാഹനം നിർത്തിയതെങ്കിൽ ഈ അപകടം നടക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതേപോലെയുള്ള യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് മാത്രമാണിത്. ബൈക്കിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉടനെ നമ്മൾ കുറച്ച് റൈറ്റിലേക്ക് പിടിച്ചു നിൽക്കുക. അഥവാ പെട്ടെന്ന് ആ വണ്ടി പുറകിലേക്ക് വന്നാൽ നമുക്ക് റൈറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പിടിച്ചു നിൽക്കുക. ആ വണ്ടി പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് എസ്കേപ്പ് ആകാനുള്ള ഒരു ഗ്യാപ്പ് വേണം. പിന്നെ ഒരു വണ്ടി നിർത്തുന്നതിന് തൊട്ട് പുറകെ കൊണ്ട് നിർത്തരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് വെട്ടിക്കാനുള്ള ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് അങ്ങോട്ട് തള്ളിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ചാടുകയാണെങ്കിൽ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ ഈ 2 വ്യക്തികൾക്ക് അവർ വണ്ടി ഉരുട്ടാനുള്ള ഗ്യാപ്പും കൂടെ കിട്ടും. അവർ കാല് കുത്തുമ്പോഴേക്കും അവരുടെ വണ്ടിയിൽ വന്ന് ട്രെയിലർ തട്ടി വണ്ടി വീണു. വണ്ടിയുടെ അടിയിൽ ഇവരെ കാല് വെട്ടു. ഇവർക്ക് അവിടെ നിന്ന് എണീക്കാൻ കൊണ്ട് പറ്റില്ല. അപ്പോഴേക്കും ടയർ കയറി നിമിഷ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വണ്ടിയുടെ
ഒരു പ്രയാണം ഉണ്ടായിരുന്നു. അതിൽ 2 ജീവനാണ് പൊലിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ സാധാരണ ഒരു ലൈസൻസ് മാത്രം എടുത്തു കൊടുക്കുക, അതിൽ കിട്ടുന്ന ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ല? അതായത് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതിൽ ഉപരി നിങ്ങൾ ഒരു ഹെവി വാഹനം എങ്ങനെ കൈകാര്യം ചെയ്യണം, നിങ്ങൾ നാളെ മേലെ നിങ്ങൾ നല്ലൊരു ഡ്രൈവറായിട്ട് എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണം എന്നുള്ളൊരു അറിവാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാരണം നിങ്ങളുടെ ഓരോ മിസ്റ്റേക്കും വിലയിരുത്തിയിട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ആണോ അല്ലയോ? അത് നിങ്ങൾ ഓടിക്കാൻ അറിയി എന്നിട്ടും ഞാൻ വീണ്ടും അത് ചെയ്യിപ്പിക്കാനുള്ള കാരണം വീണ്ടും ആ ചെറിയ ചെറിയ ന്യൂനതകൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടാക്കി തരിക എന്നല്ല, നല്ലൊരു ഡ്രൈവറെ വാർത്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും വ്യക്തമായിട്ട് ആ കാര്യങ്ങള് നിങ്ങൾക്ക് ചെയ്തു തന്നതും ഇതേപോലെ ഒരു അപകടത്തെ കുറിച്ച് ഞാനിന്ന് കണ്ടപ്പോ അതിനെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതും നിങ്ങളെ ബോധ്യപ്പെടുന്നതോട് കൂടിയിട്ട് ഇത് എന്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ അല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാര്യഗൗരവം കൂടി ഉൾപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇതൊരു സമൂഹത്തിന് യോജിച്ച വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അതല്ല ഇത് 10 ആൾക്ക് അറിയേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.